മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ പി വി അൻവർ നൽകിയ പരാതി പരിഗണനയിലുണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. ശശിയുമായി ബന്ധപ്പെട്ട ഒരു പരിശോധനയും വേണ്ടെന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിനെ തള്ളുന്നതാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന. അജിത് കുമാറിനും പി ശശിക്കും മുഖ്യമന്ത്രി ഇന്നലെ ക്ലീൻ ചിറ്റ് നൽകിയപ്പോൾ പാർട്ടി ആർക്കും ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ലെന്ന ധ്വനിയും സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവനയിലുണ്ട്. പാർട്ടി നിയോഗിച്ച് എൻ്റെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത്. ഒരു തരത്തിലുള്ള തെറ്റായ കാര്യവും അദ്ദേഹത്തിൻ്റെ പക്കലില്ല. ആര് പറഞ്ഞാലും അതെല്ലാം അവജ്ഞയോടെ തള്ളിക്കളയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരു പരിശോധനയും അക്കാര്യത്തിൽ ആവശ്യമില്ല. പി ശശിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് ഇതായിരുന്നു: ശശിയെക്കുറിച്ച് ഒരു പരിശോധനയുമില്ലെന്ന്. പി ശശിക്കെതിരെ പരാതി കിട്ടിയാൽ പാർട്ടി പരിശോധിക്കുമെന്ന് നേരത്തെ വ്യക്തമാക്കിയ CPM സംസ്ഥാന സെക്രട്ടറിക്കുള്ള മറുപടി കൂടിയായിരുന്നു ഇത്. സമ്മേളന കാലയളവിൽ പി ശശിയിലൂടെ തന്നെ ലക്ഷ്യം വെച്ച് പാർട്ടിയിൽ നിന്ന് ആരും ഇറങ്ങേണ്ടതില്ലെന്ന മുന്നറിയിപ്പ് കൂടിയായിരുന്നു അത്. ഒരു പരിശോധനയുമില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ് 24 മണിക്കൂറിനുള്ളിലാണ് പാർട്ടി നിലപാട് വിശദീകരിച്ചിരിക്കുന്നത്. PV അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ സർക്കാർ അന്വേഷിക്കുന്നുണ്ട്. പാർട്ടി പരിശോധിക്കേണ്ട വിഷയങ്ങൾ പാർട്ടിയുടെ പരിഗണനയിലുമാണ്. ഇതാണ് സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവനയിലുള്ളത്. PV അൻവർ നൽകിയ പരാതിയിൽ പാർട്ടി പരിശോധിക്കേണ്ട ഒറ്റ വിഷയം മാത്രമേയുള്ളൂ: മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ. അതായത് പി ശശിയുമായി ബന്ധപ്പെട്ട് പരിശോധന വേണ്ടതില്ലെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കുകയാണ് ഈ വിഷയങ്ങളെല്ലാം പാർട്ടിയുടെ പരിഗണനയിലുണ്ടെന്ന്. മാത്രമല്ല, മുഖ്യമന്ത്രി ഇന്നലെ അജിത് കുമാറിനും പി ശശിക്കും ക്ലീൻ ചിറ്റ് നൽകി സംസാരിച്ചിരുന്നു. എന്നാൽ സർക്കാർ അന്വേഷിക്കുകയും പാർട്ടി അന്വേഷിക്കാനിരിക്കുകയും ചെയ്യുന്ന വിഷയത്തിൽ ആർക്കും ക്ലീൻ ചിറ്റ് നൽകേണ്ടതില്ല എന്നും സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞുവെക്കുന്നുണ്ട്. അതേസമയം PV അൻവറിനെക്കുറിച്ചുള്ള വാർത്താക്കുറിപ്പിൽ 3 വട്ടം CPM സെക്രട്ടേറിയറ്റ് തിരുത്തൽ വരുത്തി. പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള സമീപനത്തിൽ നിന്ന് പിന്തിരിയണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്നായിരുന്നു ആദ്യ പ്രസ്താവന. 2 മണിയോടെ അതിൽ തിരുത്തൽ വരുത്തി. പിന്തിരിയണമെന്ന നിർദ്ദേശ സ്വഭാവത്തിലായി നിലപാട്. 2:50 വീണ്ടും അഭ്യർത്ഥനയെന്ന വാചകം ഉൾപ്പെടുത്തുകയും ചെയ്തു. മീഡിയ 1 തിരുവനന്തപുരം.